റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയൊന്നും വേണ്ടാത്ത ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി കൈവച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. സാധാ വെള്ളമാണ് പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവിയ ശേഷം ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അതാ ഞാൻ മാവെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നീക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അധികം ഫ്ലേവർ താല്പര്യമില്ലാത്തവർക്ക് വെളുത്തുള്ളിയുടെ എണ്ണം കുറയ്ക്കാം കേട്ടോ. നമുക്കിതൊരു കല്ലിലിട്ടിട്ട് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അരഞ്ഞു പോകരുത്. ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ സവോള എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ഈ ബോൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഈ ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഈ ബോൾസ് എല്ലാം അതിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നീട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കരുത്. ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ ഈ ബോൾസ് എല്ലാം വെന്ത് വരും. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ബോൾസ് എല്ലാം തന്നെ കോരി മാറ്റാം. ഇനി ഞാൻ ബോൾസ് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഈ പാൻ തന്നെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടാവുന്നത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം തന്നെ പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ചെടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് ഉണ്ട ഉണ്ടാക്കിയപ്പോഴും അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് കൂടി പോകരുത്. നമുക്ക് ഈ ഉള്ളി ഒരു 5 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഉള്ളിയുടെ ഒരു പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് പോയി വരണം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയ ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് എത്രത്തോളം എരിവ് വേണം അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് മാറി വരുമ്പം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ ബോൾസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഗരം മസാല ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ആക്കിയിടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കുട്ടികളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം തന്നെ വരാം കേട്ടോ. താങ്ക് യു.